പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിൻസി. തൃശ്ശൂർ ആയുർ ബഥാനിയ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ജഗത്യേവം അനൗഷധം, ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഔഷധയോഗ്യമല്ലാത്ത യാതൊരുവിധ സാധനങ്ങളും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യൻ ഏറ്റവും മികച്ച സൃഷ്ടിയായി മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ഈ ലോകത്തിലുള്ള സകല സാധനങ്ങളുടെയും പൂർണ്ണമായ അധികാരം മനുഷ്യനാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റ് സൃഷ്ടികൾക്കൊന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക കഴിവ് മനുഷ്യ സൃഷ്ടിക്ക് നൽകിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിവേചന ശക്തി, അഥവാ നമ്മുടെ സിക്സ്ത് സെൻസ് എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിവേചന ശക്തിയാണ്. ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും എങ്ങനെ എപ്പോൾ ഉപയോഗപ്രദമായി യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ വിവേചന ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്നാൽ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട നമ്മുടെ പൂർവികരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തിനും ഏതിനും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രകൃതിയിൽ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഔഷധ ചെടികളെയായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിത രീതികൾ മാറി, ലൈഫ് സ്റ്റൈൽ മൊത്തമായിട്ട് നമ്മുടെ ആഹാര രീതികളും ബാക്കിയുള്ള ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ ഒരു പാറ്റേൺ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളും തൊടികളിൽ നിന്നുമൊക്കെ നമ്മൾ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ പ്രകൃതിയിൽ നിന്നും ഒരുപാട് ദൂരേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ്, അതായത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രകൃതിയിലേക്കൊരു മടങ്ങിപ്പോക്ക് തീർച്ചയായിട്ടും അനിവാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതത്തിൻ്റെ ഒരു തനതായ ശാസ്ത്രശാഖയാണ് ആയുർവേദം. പ്രകൃതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രകൃതിയോടൊത്ത് ചേർന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദത്തിലൂടെ അർത്ഥമാക്കുന്നത്. രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ്റെ എല്ലാ ആരോഗ്യ കാര്യങ്ങളിലും അല്ലെങ്കിൽ ആരോഗ്യ രക്ഷ, ആരോഗ്യം പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളതും കൂടെ ആയുർവേദത്തിൻ്റെ ഒരു മഹത്തായ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ പരിപാലനം, ഇതാണ് ആയുർവേദത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അതായത് അസുഖമുള്ള ആളുടെ അസുഖം ഭേദപ്പെടുത്തുക, ആരോഗ്യമുള്ള ആളുടെ ആരോഗ്യം നിലനിർത്തുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആയുർവേദ ശാസ്ത്രശാഖ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പരമ്പരാഗതമായ രീതികളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. എന്നാൽ ഇനിയുള്ള നമ്മുടെ ഇപ്പോൾ ഈ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവരെയും കൂടെ ഈ ഒരു തലത്തിലേക്ക് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഓരോരോ പരിപാടികളും പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇന്ന് നമ്മളുടെ തൊടിയിലെ സൗഖ്യം എന്ന നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എരിക്ക് എന്ന ഒരു സസ്യത്തെ പറ്റിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വളരെയധികം സവിശേഷതകളുള്ള ഒരു ചെടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ എരിക്ക് എന്ന ചെടി.
ഇത് ഒരുപാട് രോഗങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്നുള്ളത് ഇതിൻ്റെ പൂ മുതൽ വേര് വരെയുള്ള ഓരോ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള എരിക്കാണ് കണ്ടുവരുന്നത്. ഒന്ന് ഇതുപോലെ നീല കലർന്ന വയലറ്റ് നിറത്തോടു കൂടിയ സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ ഇനം എരിക്കും. അതുപോലെ മറ്റൊരു തരം വെള്ള കളർ പൂക്കളുണ്ടാവുന്ന ഒരു എരിക്കുമാണ്. വെള്ള കളർ പൂക്കളുണ്ടാവുന്ന എരിക്ക് വളരെ വിരളമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ വയലറ്റ് കളറിലെ പൂക്കളോട് കൂടിയ എരിക്ക് വളരെ സുലഭമായി എല്ലാ സ്ഥലങ്ങളിലും, ഉഷ്ണപ്രദേശങ്ങളിലാണെങ്കിലും തരിശായിട്ടുള്ള ഭൂമിയിലും റോഡ് സൈഡിലും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടിയും ഒക്കെ സുലഭമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ്. ഈ സൈസ്, അതായത് ഈ വയലറ്റ് കളറുള്ള ഈ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം കാലോട്രോപ്പിസ് പ്രൊസീറ എന്നാണ്. എന്നാൽ വെള്ള കളറിലുള്ള ദുർലഭമായി കാണുന്ന ആ എരിക്കിൻ്റെ പേര് കാലോട്രോപ്പിസ് ജൈജാൻഡിയ എന്നാണ്. ഈ ചെടി പലർക്കും ഒരു സംശയമുണ്ടാകാം, ഇതൊരു വിഷച്ചെടിയല്ലേ എന്നുള്ളത്. തീർത്തും സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഇത് വിഷവീര്യമുള്ള ഒരു ചെടി തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അമൂല്യമാണ്. ഒട്ടേറെ അസുഖങ്ങൾക്ക് ഇത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നല്ല ശമനം കിട്ടുന്നതാണ്. നമ്മൾ കണ്ടു ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമുള്ളതാണെന്നത്. ഇതിൻ്റെ ഇലകൾ, പൂക്കൾ, തണ്ട്, അതുപോലെ വേരിൻ്റെ മുകളിലുള്ള തൊലി, അതുപോലെ ഈ ഇലയോ തണ്ടോ ഒടിക്കുമ്പോൾ വരുന്ന ഈ പാൽ പോലെയുള്ള ഒരു കറ, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഔഷധയോഗ്യമുള്ളവ തന്നെയാണ്. അതുപോലെ ഇതിന് ഇത്തരത്തിലൊരു കായുണ്ടാകും. ഈ കായ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൂപ്പൻ താടികൾ, അല്ലേ? അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര കൗതുകമുള്ള ഒരു വസ്തുവാണ് അപ്പൂപ്പൻ താടി. ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത് ഈ എരിക്കിൻ്റെ കായിൽ വിത്താണ്. ആ വിത്ത് ഇതുപോലെ നമ്മൾ കായ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിത്ത് ഉണ്ടാകും. ഇതിപ്പം പാകമായിട്ടില്ലാത്ത ഒരു കായാണ്. മൂത്ത് പാകമാകുമ്പോൾ ഈ വിത്ത് തനിയെ തുറക്കുകയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ വിത്തുകൾ. ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി പോലെയുള്ള അപ്പൂപ്പൻ താടികൾ ഉണ്ടാകും. അത് കാറ്റത്ത് പറന്ന് പോയി ഈ വിത്തും അതോടൊപ്പം ഉണ്ടാകും. അതിങ്ങനെ ഏതെങ്കിലും മണ്ണിലൊക്കെ വീണാണ് ഇതിൻ്റെ പരാഗണവും വംശവർദ്ധനവും ഒക്കെ നടക്കുന്നത്. നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ ചെറിയ ഉയരത്തിലോടുകൂടി കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു സസ്യമാണ് എരിക്ക്. ഇതിൽ നേരത്തെ പറഞ്ഞ വിഷവീര്യമുള്ളതാണെന്ന് പറഞ്ഞു. അതിനാൽ നമ്മൾ ഉള്ളിലേക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മിക്ക ഔഷധങ്ങളിലും, ആയുർവേദ ഔഷധങ്ങളിൽ എരിക്കൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്നാൽ ഈ എരിക്കിനോടൊപ്പം മറ്റു പല മരുന്നുകളും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് സേവിക്കുന്നത്. ഈ എരിക്കിൻ്റെ കറ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ, അത് നമ്മളിങ്ങനെ എരിക്കിൻ്റെ ഒരു തണ്ട് ഒടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പാല് പോലെ ഇങ്ങനെ കറ ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ഈ കറയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ഇത് വിഷവീര്യം തന്നെയാണ്. അപ്പം അളവിൽ കൂടുതലായിട്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കണ്ഠത്തിലുള്ള ഈ തണ്ടിലുള്ള ഈ ക്ഷാരഗുണമുള്ള ഈ ഒരു പശ പോലെയുള്ള ഈ പാല് കറ നമ്മുടെ കുടലിൽ ഒട്ടിപ്പിടിക്കുകയും കരൾ, പ്ലീഹ, വൃക്ക തുടങ്ങിയവയിൽ നീർവീക്കം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് അറിയാതെ ഈ എരിക്കിൻ്റെ ഒരു വിഷാംശം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് മറുമരുന്നായിട്ട് നമ്മുടെ പശുവിൻ പാല് ഉള്ളിലേക്ക് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അളവിൽ കൂടുതലായിട്ട് ഇതിൻ്റെ ഈ കറ നമ്മുടെ ശരീരത്തിൽ പുറമേ പറ്റി പിടിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചുവപ്പ് കളറിൽ തിണർത്ത് വരാറുണ്ട്. ഇനി കണ്ണിലൊക്കെ ഇതിൻ്റെ ഈ പാല് വീഴുകയാണെങ്കിൽ കാഴ്ചശക്തിയെ വരെ അത് ബാധിക്കാം. അതുകൊണ്ട് ഈ ചെടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു മറുമരുന്നായിട്ട് നമ്മൾ പശുവിൻ പാൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വാളൻ പുളിയിലയുടെ നീര് പിഴിഞ്ഞതും ഇതിൻ്റെ ഒരു മറുമരുന്ന് തന്നെയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളിലേക്ക് കുടിക്കാനും കഷായം പോലെ പുളിയില നീര് വെച്ച് കുടിക്കാനും ഉപയോഗിക്കാം. ഇനി ഏതൊക്കെ അസുഖങ്ങളിലാണ് നമുക്ക് ഈ എരിക്കിൻ്റെ ചെടി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എരിക്കിനെ പറ്റി വിശദമായി കണ്ട് മനസ്സിലാക്കിയല്ലോ. എങ്ങനെയാണ് ഇത് തിരിച്ചറിയേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏതൊക്കെ അസുഖങ്ങളിലാണ് നമുക്ക് ഈ എരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം.
പ്രധാനമായിട്ടും ഇപ്പോൾ കൂടുതൽ ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റി വേദന. രാവിലെ എണീക്കുമ്പോൾ അസഹ്യമായിട്ടുള്ള വേദന, കാല് നിലത്ത് ചവിട്ടാൻ പറ്റുന്നില്ല, കാലിലേക്ക് നീരിറങ്ങിയിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് അമർത്തി ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന, ഇങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ എരിക്ക്. അതുപോലെ തന്നെ നമ്മുടെ വാദസംബന്ധമായ മറ്റു അസുഖങ്ങൾ, സന്ധിവേദന, സന്ധികളിലെ നീർക്കെട്ട്, മുട്ടുവേദന, കൈകാൽ വേദന തുടങ്ങി വേദനയും നീരും സന്ധികളിൽ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ എരിക്ക് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ എരിക്ക് ചെടിക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഔഷധ ഗുണം ത്വക്ക് രോഗങ്ങളിലാണ്. ഇപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള പലർക്കും പല രീതിയിലുള്ള ത്വക്ക് രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പം മറ്റു മരുന്നുകളൊക്കെ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടും അധികം ഫലപ്രദമായി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ എരിക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കിപ്പം ഈ ചെറിയ രീതിയിലുള്ള അരിമ്പാറുകൾ അല്ലെങ്കിൽ പാലുണ്ണി എന്നൊക്കെ അറിയപ്പെടുന്ന സ്കിന്നിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഓരോരോ അവസ്ഥകളുണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ ഈ എരിക്കിൻ്റെ ഉപയോഗം വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചെവി വേദന, കുട്ടികൾക്ക് മുതിർന്നവർക്കും ഉണ്ടാകുന്ന തലവേദന, കൊടിഞ്ഞി തുടങ്ങിയ അസുഖങ്ങളിലും ഈ എരിക്ക് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി മറ്റ് അസുഖങ്ങളിലേക്ക് കടന്നാൽ ഞാൻ പറഞ്ഞു ത്വക്ക് രോഗങ്ങളിൽ ഉപയോഗപ്രദമാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ അരിമ്പാറ, പാലുണ്ണിയൊന്നും അല്ലാതെ തന്നെ മഴക്കാലങ്ങളിലുണ്ടാകുന്ന വളങ്കടി, ഫംഗസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, പുഴുക്കടി തുടങ്ങിയ അസുഖങ്ങൾക്കും നമുക്ക് ഈ എരിക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു ആധുനിക ജീവിതത്തിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന, ഓൾമോസ്റ്റ് ഒരു യൗവനം കഴിയുന്ന സമയത്ത് മുതൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പ്രമേഹം, ഷുഗർ, ഡയബറ്റീസ് എന്ന് പറയും. അപ്പം അതില്ലാത്ത ആൾക്കാർ ഇപ്പം വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം, അല്ലേ? ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ മരുന്നുകളൊക്കെ അവർക്ക് കഴിക്കാനുണ്ടാകും. ഷുഗർ കാരണം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഷുഗർ ഉള്ളവർക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതായത് അവർക്ക് കൈകാൽ തരിപ്പുകൾ, വേദന, ന്യൂറോളജിക്കൽ പെയിൻ, അങ്ങനെ ഈ ബേണിംഗ് സെൻസേഷൻ, പുകച്ചിൽ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രമേഹ രോഗികൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ ഈ എരിക്കിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. അതുപോലെ മറ്റൊരു അസുഖമാണ് നമുക്ക് ദഹന സംബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ ദഹന സംബന്ധമായ വയറുവേദന അല്ലെങ്കിൽ ഛർദി, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ അസുഖങ്ങൾക്കും നമുക്ക് എരിക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എരിക്കിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു അസുഖമാണ് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ആസ്മ. ഈ അസുഖം കൊണ്ട് അല്ലെങ്കിൽ ആസ്മയൊക്കെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ശ്വാസമുട്ടലിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ എരിക്ക് വളരെയധികം ഫലപ്രദമാണ്. ഇനി അതുപോലെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന ഒരു അസുഖമാണ് കുഴിനഖം. എന്നാൽ ഈ കുഴിനഖത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ അസഹനീയമായ വേദനയും അസ്വസ്ഥതകളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ടും മാറാതെ നിൽക്കുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റെക്കറൻ്റായി വന്നുകൊണ്ടിരിക്കുന്ന കുഴിനഖമുള്ളവർക്കും ഈ എരിക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കയ്യിൽ മുള്ളു കൊള്ളുക അല്ലെങ്കിൽ നടക്കുമ്പോൾ കാലിൽ കുപ്പിച്ചില്ല് തറച്ചു കയറുക എന്നൊക്കെയുള്ളത്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അത് മുള്ളെടുത്ത് കളയുകയും കുപ്പിച്ചില്ല് എടുത്ത് കളയുകയൊക്കെ ചെയ്യും. എന്നാലും അതിൻ്റെ ഒരു അംശമൊക്കെ നമ്മുടെ സ്കിന്നിനുള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വേദനയും നീർക്കെട്ടും ഒക്കെ ഉണ്ടായി പഴുപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് ഈ എരിക്കിൻ്റെ കറയൊക്കെ ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ മുള്ളോ അല്ലെങ്കിൽ കുപ്പിച്ചില്ലിൻ്റെ അംശം ഇരിക്കുന്നതിനെയൊക്കെ പുറത്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എരിക്കെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പല അസുഖങ്ങൾക്കും എരിക്ക് ഉപയോഗിക്കാമെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. നമ്മൾക്ക് ഒരു ഇങ്ങനത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു പ്രാഥമിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രയോഗിച്ച് നോക്കാവുന്ന രീതിയിലാണ് ഈ ചെടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോൾ എങ്ങനെയാണ് ഈ ചെടിയുടെ ഓരോ ഭാഗവും ഉപയോഗിക്കേണ്ടതെന്നും കൂടെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എരിക്ക് പല അസുഖങ്ങൾക്കും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇതൊരു വിഷവീര്യമുള്ള ചെടിയാണ് എന്നുള്ളത്. അപ്പോൾ പല അസുഖങ്ങൾക്കും ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ് നമ്മൾ കണ്ട അസുഖങ്ങൾക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് എരിക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതലായിട്ടും ഇതിൻ്റെ ബാഹ്യപ്രയോഗങ്ങളാണ് പ്രചരിച്ചിട്ടുള്ളത്.
ഇത് വിഷവീര്യമുള്ളത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ മറ്റു പല മരുന്നുകളോടും ഒപ്പം ചേർത്താണ് നമ്മളിത് ഉള്ളിലേക്ക് കഴിക്കുക. എന്നാൽ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ രോഗങ്ങളിലൊക്കെ ഇതിൻ്റെ ബാഹ്യപ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശമനം ലഭിക്കുന്നതാണ്. വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഉപ്പൂറ്റി വേദന നമ്മുടെ വീടുകളിലുള്ള പലർക്കും അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഉപ്പൂറ്റി വേദന രാവിലെ എണീക്കുമ്പോൾ അസഹ്യമായ വേദന, നിലത്ത് കാല് ചവിട്ടുമ്പോൾ നീരിറങ്ങി വേദന, കുറച്ച് നടക്കുന്ന കഴിയുമ്പോൾ അതങ്ങ് ശരിയാകും. പക്ഷേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമാകുമ്പോഴൊക്കെ ഉപ്പൂറ്റിക്ക് അസഹ്യമായ വേദനയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ എരിക്ക് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. 2-3 രീതിയിൽ നമ്മൾക്കത് ഉപയോഗിക്കാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആയുർവേദ രീതിയിൽ ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഇഷ്ടിക എടുക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടിക. ഒരു ഇഷ്ടിക എടുത്ത് നന്നായിട്ട് ചൂടാക്കുക. അടുപ്പിൽ വെച്ചിട്ടോ സ്റ്റവിൻ്റെ മേലെ വെച്ചിട്ടോ ഒക്കെ ഇഷ്ടിക നന്നായിട്ട് ചൂടാക്കുക. നല്ല പഴുത്ത് വരുന്ന രീതിയിൽ അത് ചൂടാക്കിയതിന് ശേഷം അത് നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുക. ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ ഒരു കസേരയിലോ ഒക്കെ നമ്മൾ ഇരുന്നിട്ട് ആ ഇഷ്ടിക താഴെ വെച്ച് അതിൻ്റെ മേലെ കുറച്ച് കല്ലുപ്പിൻ്റെ പൊടി വിതറുക. അതിനുശേഷം നല്ല വൃത്തിയായി കഴുകിയെടുത്ത മൂത്ത് പഴുത്ത 2-3 എരിക്കിലകൾ ഈ കല്ലുപ്പിൻ്റെ മേലെ നമ്മൾ അടുക്കി വെച്ച് കൊടുക്കുക. 5-6 ഇലകളും എടുക്കാം. എന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് കംഫർട്ടബിളായി ഇരുന്നിട്ട് ഈ ഇലയുടെ മേലെ ഉപ്പൂറ്റിയടക്കം പാദം അമർത്തി ചവിട്ടുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് മാക്സിമം സഹിക്കാൻ പറ്റുന്ന അത്രയും ചൂടിൽ തന്നെ അമർത്തി ചവിട്ടി കൊടുക്കുക. ചൂട് കൂടുതലാകുമ്പം കാലിൽ നമ്മൾക്ക് എടുക്കാം, വീണ്ടും വെച്ച് കൊടുക്കുക, വീണ്ടും എടുക്കുക. അങ്ങനെ ആ ഇഷ്ടികയുടെ ചൂട്, അതായത് ഈ ഇലയിൽ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ചൂട് കുറഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ ഈ ഇഷ്ടികയുടെ പുറത്ത് ചവിട്ടി ഈ ഉപ്പൂറ്റി വേദന ശമിപ്പിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഇഷ്ടികയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിലും ഇത് ഉപയോഗിക്കാം. അതായത് 2-3 അല്ലെങ്കിൽ നല്ല പഴുത്ത എരിക്കിൻ്റെ ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ടി കൂടിയ ഇലകളൊക്കെ എടുത്തിട്ട് അതൊന്ന് ഒരു തട്ടിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അത് തറയിൽ വെച്ച് അതിൽ അമർത്തി ചവിട്ടി നിൽക്കുക. അതായത് ചൂടാക്കിയ ഇല താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഉപ്പൂറ്റിയുടെ ഭാഗം അമരുന്ന രീതിയിൽ നമ്മൾ നല്ല ഉറപ്പോടുകൂടി ചവിട്ടി നിൽക്കുക. അതും ഈ ഉപ്പൂറ്റിയുടെ വേദന ശമിപ്പിക്കാൻ വളരെ സഹായകമാണ്. അതോടൊപ്പം തന്നെ വേറൊരു രീതി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കാൽപാദം നല്ല വൃത്തിയായിട്ട് കഴുകി ഉണങ്ങി ടവലെടുത്ത് തുടച്ച് ഉണക്കിയതിന് ശേഷം ഒരു 5-6 എരിക്കിൻ്റെ ഇല, നന്നായിട്ട് മൂത്ത് പഴുത്ത എരിക്കിൻ്റെ ഇല എടുത്ത് കാൽപാദം ഫുള്ളായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ഇലയുടെ പുറം ഭാഗം മറുഭാഗം വേണം നമ്മൾ കാലിനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ കാൽപാദം ഫുള്ളായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ 5-6 ഇലകൾ എടുത്ത് അടുക്കി വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ കെട്ടിവെക്കുക. നമ്മുടെ കാൽപാദം ഈ ഇലകളോട് ചേർത്ത് കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ ഒരു സോക്സ് ഇടുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ അത് നീക്കം ചെയ്യാം. ഈ ഒരു രീതി ഡയബറ്റിസുകാർക്ക്, നമ്മൾ നേരത്തെ കണ്ടു ഡയബറ്റിസിലും ഈ എരിക്കിൻ്റെ ഇല വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതി തന്നെ ഡയബറ്റിസുകാർക്കും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ഈ കാലിൻ്റെ വേദന, പുകച്ചിൽ, തരിപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെയധികം സഹായകമാണ്. അതോടൊപ്പം തന്നെ ഉപ്പൂറ്റി വേദന പൂർണ്ണമായിട്ട് ശമിക്കാനും ഈ ഒരു രീതി വളരെ സഹായകമാണ്. ഇതൊക്കെ നമ്മൾ 1 ദിവസമോ 2 ദിവസമോ മാത്രം ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുമെന്നല്ല. നമ്മൾ തുടർച്ചയായിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വാതരോഗങ്ങളിൽ ഈ എരിക്കിൻ്റെ ഇല അല്ലെങ്കിൽ എരിക്കിൻ്റെ ചെടി വളരെയധികം ഫലപ്രദമാണ് എന്നുള്ളത്. വാതരോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്ധിവേദന, അതായത് മുട്ടിന് വേദന, കൈകാൽ വേദന, പേശിക്ക് വേദന, നടുവേദന, ഇങ്ങനെ പല രീതികളിലുള്ള വേദനയും നീർക്കെട്ടും ഒക്കെ ഉള്ള സന്ദർഭങ്ങളിലും നമുക്ക് ഈ എരിക്കിൻ്റെ ഇല വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എരിക്കിൻ്റെ ഇല എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കുക. അതിനുശേഷം അല്പം കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആക്കി വെക്കുക. അതിനുശേഷം എവിടെയാണോ നമുക്ക് വേദനയോ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ ഉള്ളത് ആ ഭാഗങ്ങളിൽ അല്പം മുറിവെണ്ണയോ അല്ലെങ്കിൽ കൊട്ടൻ ചുക്കാതി തൈലമോ എടുത്ത് ഒന്ന് പുരട്ടിയിട്ടതിന് ശേഷം ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ്, എരിക്കിൻ്റെ ഈ പേസ്റ്റ് ആ ഭാഗത്ത് നന്നായിട്ട് വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അല്പം കട്ടിക്ക് തന്നെ ഇട്ട് ഫുള്ളായിട്ട് പുരട്ടി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്താലും നമ്മൾക്ക് ഈ സന്ധികളിൽ അല്ലെങ്കിൽ ജോയിൻറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന വേദനയും നീരും ഒക്കെ ശമിക്കാൻ വളരെ ഫലപ്രദമാണ്. ഇനി ഇങ്ങനെ അരച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വഴിയുണ്ട്. അതായത് ഈ എരിക്കിൻ്റെ ഇല നന്നായിട്ട് കഴുകി മുറിച്ച് അത് വെള്ളത്തിലിട്ട് ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക.
നന്നായിട്ടൊരു 10-15 മിനിറ്റ് ആ വെള്ളം തിളച്ചതിന് ശേഷം ഇളം ചൂടോട് കൂടിയിട്ട് അത് വേദനയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ കപ്പിൽ കോരി ഒഴിക്കുക. അതായത് ധാര ചെയ്യുന്നത് ഈ നീർക്കെട്ടും വേദനയൊക്കെ ശമിക്കാൻ നല്ല സഹായകമാണ്. അതും അല്ലെങ്കിൽ ഈ നമ്മളിപ്പം തയ്യാറാക്കി തിളച്ച വെള്ളത്തിൽ ഒരു നല്ല കട്ടിയുള്ള ടവൽ മുക്കി ആ ടവലിൻ്റെ ആവി നമ്മൾ ഈ വേദനയുള്ള ഭാഗത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ അമർത്തി പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സഹിക്കാൻ പറ്റാവുന്ന അത്രയും ചൂടിൽ നമ്മളിങ്ങനെ അമർത്തി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലെ വേദനയും നീരും ഒക്കെ കുറയാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വളരെയധികം ത്വക്ക് രോഗങ്ങളിലും ഈ ചെടി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന ആണികൾ അല്ലെങ്കിൽ അരിമ്പാറ, പാലുണ്ണി മുതലായ ഉള്ള ആൾക്കാർ അതിൻ്റെ അറ്റത്ത് ഒരുപാട് മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതെ ഈ അരിമ്പാറയുടെ മേലെ മാത്രം അല്ലെങ്കിൽ പാലുണ്ണിയുടെ ആ ഒരു തൊലിയിൽ നിന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് ഈ എരിക്കിൻ്റെ കറ, അതായത് എരിക്കിൻ്റെ ഇലയോ തണ്ടൊക്കെ പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മുറിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അന്നൊരു വെള്ള കളറിലൊരു പാല് പോലെയുള്ള അതിൻ്റെ കറ വരുന്നത് കാണാം. ആ കറ ഒരു ബഡ്സിലോ അല്ലെങ്കിൽ ഒരു കമ്പിലോ ഒക്കെ എടുത്തിട്ട് ഈ ഭാഗങ്ങൾ അരിമ്പാറയുള്ള അല്ലെങ്കിൽ പാലുണ്ണിയുടെയൊക്കെ മേലെ വളരെ ശ്രദ്ധാപൂർവം പരട്ടി കൊടുത്ത് കഴിയുകയാണെങ്കിൽ കുറേ ദിവസങ്ങൾ കൊണ്ട് അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അത് നമ്മൾ ഒരു പ്രാവശ്യമല്ല പല ദിവസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസമൊക്കെ പുരട്ടുമ്പോൾ അത് ഉണങ്ങി വരികയും അവസാനം അത് ചുരുങ്ങി കൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്തുണ്ടാകുന്ന വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് കാൽ വിരലുകളുടെ ഇടയിലുള്ള വളങ്കടി, പുഴുക്കടിയൊക്കെ. ആ ഒരു അവസ്ഥയിലും നമുക്ക് എരിക്കിൻ്റെ ഈ ഇപ്പോൾ പറഞ്ഞ ഈ കറ അല്ലെങ്കിൽ ഈ പാല് ആ പുഴുക്കടിയുള്ള ഭാഗത്ത്, വളങ്കടിയുള്ള ഭാഗത്ത് ഇറ്റിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഒരു 5-6 ദിവസം ഇത് ഉപയോഗിച്ചാൽ ഈ വളം കടിക്കും വളരെയധികം ശമനം ലഭിക്കുന്നതാണ്. അതോടൊപ്പം മറ്റ് ത്വക്ക് രോഗങ്ങൾ, അതായത് ചൊറി, ചിരങ്ങ് മുതലായവ ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ എരിക്കിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ എരിക്കിൻ്റെ ഇത് കഷായം പോലെ വെച്ച് വറ്റിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ത്വക്ക് രോഗങ്ങളുള്ള ഭാഗങ്ങളിൽ ഈ എരിക്കിൻ്റെ കഷായം വെച്ച് കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഒപ്പി ഈ എരിക്കിൻ്റെ കറ അവിടെ ഒറ്റിച്ചു കൊടുത്താലും ഇതുപോലെയുള്ള ചൊറി, ചിരങ്ങുകളൊക്കെ മാറുന്നതാണ്. കുട്ടികളിലുണ്ടാകുന്ന ചെവി വേദനയ്ക്ക് നമുക്ക് ഈ എരിക്കില വാട്ടിപ്പിഴിഞ്ഞ നീര്, അതായത് ആവിയിൽ സ്റ്റീം ചെയ്തെടുത്ത് വാട്ടി പിഴിഞ്ഞെടുക്കുന്ന നീര് ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ചെവി വേദനയൊക്കെ വളരെ പെട്ടെന്ന് ശമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഴിനഖം, നമ്മൾ എന്തൊക്കെ ചെയ്താലും മാറാത്തൊരു പ്രശ്നമാണ് കുഴിനഖം. തുടർച്ചയായിട്ട് അല്ലെങ്കിൽ മാറിയിട്ട് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ച് എരിക്കിൻ്റെ ഇലയുടെ ഈ നീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മാസത്തേക്ക് തുടർച്ചയായിട്ട് ഈ കുഴിനഖം ഉണ്ടാകുന്ന കാലിൻ്റെ നഖത്തിൽ ചുറ്റും പുരട്ടി കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ശമിക്കുന്നതാണ്. അതുപോലെ മുട്ടുവേദനയ്ക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വഴിയുണ്ട്. ഈ എരിക്കിൻ്റെ 2-3 ഇല എടുത്ത് ചൂടാക്കി മുട്ടിന് ചുറ്റും വെച്ച് അത് കെട്ടി വെക്കുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം നല്ല ചൂടോട് കൂടിയിട്ട് അത് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടുവേദനയും ശമിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ അസുഖങ്ങളിലാണ് ഈ എരിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടു. ഇനി അധികമാർക്കും അറിയില്ലാത്ത ഒരു എരിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമുണ്ട്. അതായത് ഇതൊരു വളമായിട്ടും കൂടെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീടുകളിലെ ചെടികൾ, അതായത് പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ എല്ലാവരുടെയും വീടുകളിൽ പൂന്തോട്ടങ്ങളിലുണ്ടാകും. അപ്പോൾ ചില ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പൂ ഉണ്ടായി പെട്ടെന്നത് കൊഴിഞ്ഞു പോകുന്നു, കായ് പിടിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ എരിക്കിനെ ഒരു ഫലപ്രദമായ രീതിയിൽ ഒരു വളമായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എരിക്കിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞ് വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൻ്റെ അകത്ത് ഇട്ട് മൂടി വയ്ക്കുക. അതൊരു 3 ദിവസം അനക്കാതെ അങ്ങനെ തന്നെ വെക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അതൊരു വെള്ളത്തിൽ മിക്സായി ഒരു പായൽ പോലെയുള്ള ഒരു രൂപത്തിലായി കിടക്കുന്നുണ്ടാകും. നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അരിച്ചെടുത്തിട്ട് അതൊരു സ്പ്രേ ബോട്ടിലോ മറ്റോ ആക്കി നമ്മൾക്ക് ഇങ്ങനെയുള്ള ചെടികളിലും പച്ചക്കറികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് പൂക്കളുണ്ടാകാനും കായ് പിടിക്കാനും ഒക്കെ വളരെ സഹായകമാണ്. ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്കി ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കൽസൊക്കെ വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മൾ വീടുകളിലൊക്കെ പച്ചക്കറി വളർത്തുന്നവർക്കൊക്കെ ഈ രീതിയിൽ എരിക്കിൻ്റെ ഇലയും കൊണ്ടുള്ള ഈ വളം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് അസുഖങ്ങളിലും അതല്ലാതെ ചെടികളിലും ഒക്കെ എരിക്കിൻ്റെ ഇലയും തണ്ടും പൂവും അതിൻ്റെ കറയും ഒക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്രയും സമയം കണ്ടത്. നമ്മുടെ വീടുകളിൽ എരിക്ക് വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അത് വീടുകളിൽ വളർത്തണമെന്നില്ല, നമ്മുടെ റോഡുകളിലേക്ക് ഇറങ്ങിയാലോ റോഡ് സൈഡുകളിലും ചെറിയ ചെറിയ കുറ്റിക്കാടുകളിലൊക്കെ ഒരുപാട് ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് എരിക്ക്. അപ്പോൾ അത് എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതികളിൽ അത് ഉചിതമായ സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. രോഗികളൊക്കെ ഒരുപാട് കൂടി വരുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഔഷധ ചെടികൾ നമ്മൾ തിരിച്ചറിയുകയും അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും വേണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ എരിക്കിൻ്റെ വിവിധങ്ങളായ ഉപയോഗക്രമങ്ങളെപ്പറ്റി കേട്ടുവല്ലോ. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ അർക്കപത്ര സ്വേദം എന്നൊരു പ്രൊസീജിയർ നമ്മൾക്കിപ്പോൾ വിശദമായിട്ട് കാണാം. എങ്ങനെയാണ് ഈ എരിക്കില ഉപയോഗിച്ചിട്ട് അർക്കപത്ര സ്വേദം എന്ന പ്രൊസീജിയർ വേദനകൾക്കും നാഡീ സംബന്ധപ്പെട്ട വലിച്ചിലിനും പെയിനും ഒക്കെ എങ്ങനെയാണിത് ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എരിക്കിൻ്റെ ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു തുണി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഈ എരിക്കിൻ്റെ ഇലകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒന്നിന് മേലെ ഒന്നായിട്ട് നിവർത്തി വെക്കേണ്ടതാണ് ആദ്യം തന്നെ. ഇതുപോലെ ഒരേ വരിയിൽ തന്നെ ഇങ്ങനെ ഇലകളൊക്കെ അടുക്കി അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇല ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് മെല്ലെ ചുറ്റി മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ടൈറ്റായിട്ട് ഉരുട്ടി മടക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എരിക്കിൻ്റെ തണ്ടിലുള്ള സൈഡ് നമ്മുടെ തുണിയുടെ ഭാഗത്തു നിന്ന് പുറം ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് ക്രമീകരിക്കാൻ. ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഈ തണ്ടിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മളിത് ഒരു ചരട് ഉപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടുക. ഇതിൻ്റെ മധ്യഭാഗത്ത് തുണിയോട് ചേർത്ത് നല്ല കട്ടിയിൽ ടൈറ്റായിട്ട് ഒരു ചരട് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. രണ്ട് സൈഡും താഴെയും മേലെയും ആ തുണിയുടെ രണ്ട് അറ്റത്തും ഇതുപോലെ ചരട് ഉപയോഗിച്ചത് നല്ല ടൈറ്റായിട്ട് കെട്ടുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇലയുടെ തണ്ടുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ശ്രദ്ധാപൂർവ്വം അത് കട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഒരേപോലെ ഒരേ ലെവലിലാക്കി നമ്മളൊരു ഗോളാകൃതി പോലെ ഉണ്ടാകും ഇത്. ആ രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ ഇല റെഡിയാക്കിയതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആയുർവേദ വിധി പ്രകാരം വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മുറിവെണ്ണ പോലെയുള്ള ഏതെങ്കിലും ഒരു എണ്ണ അല്പം ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കുക. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ എരിക്കിൻ്റെ ഇലയുടെ ഈ കിഴി ഇതിൻ്റെ അകത്തുനിന്ന് മുക്കി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ആദ്യം മുക്കി എണ്ണയുടെ ചൂടിൽ ഇത് വാടി വരുന്നത് വരെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുക. ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇതിങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് നമ്മളൊരു പ്രതലത്തിൽ വെച്ച് അതിൻ്റെ ചൂട് നോക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലും കൂടെ വെച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നീരോ വേദനയോ ഒക്കെ ഉള്ളത് ആ ഭാഗങ്ങളിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ വെച്ച് കിഴി വെക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മെല്ലെ മെല്ലെ കിഴി വെക്കുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്.
നാഡീ സംബന്ധമായ അല്ലെങ്കിൽ ഞരമ്പുകളുടെ ബ്ലോക്ക് മുതലൊക്കെ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ നീർക്കെട്ട് കാരണം വീണ്ടും വേദനകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഈ അർക്കപത്ര സ്വേദം എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെൻറ്റ് 2-3 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ തന്നെ ആ വേദനയൊക്കെ നിശേഷം മാറുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. നമുക്കിപ്പം നമ്മൾ കണ്ടല്ലോ, വീടുകളിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കഴുത്തിന് വേദനയോ അല്ലെങ്കിൽ തോളിന് നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന വേദനകൾ, പുറത്തേക്കൊക്കെ പലർക്കും പേശി വേദന, ഞരമ്പ് വലിച്ചിൽ കൊണ്ടുണ്ടാകുന്ന വേദനകൾ, കയ്യിലോട്ട് വേദന ഇറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ എരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒന്ന് കിഴികെട്ടി ഇതുപോലെ ചൂടാക്കി കിഴി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദനയൊക്കെ പൂർണ്ണമായിട്ടും ശമിക്കുന്നതാണ്. ഇത്രയും സമയം നമ്മൾ പരിചയപ്പെട്ടത് എരിക്കെന്ന ചെടിയെ പറ്റിയാണ്. ഇത്രയും കാലം നമ്മളതൊരു പാഴ്ചെടിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിഷച്ചെടിയൊക്കെ ആയിട്ടായിരിക്കും അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പം നമുക്കതിൻ്റെ ഔഷധ മൂല്യങ്ങളും കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ എരിക്ക് കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്തൊരു ചെടി കൊണ്ട് നട്ടുപിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് എരിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ആശുപത്രികളിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകളിലേക്ക് ഉള്ളിലോട്ട് കഴിക്കാനുള്ള മരുന്നുകളിലേക്കൊക്കെ പോകാതെ തന്നെ നമുക്കൊരു പ്രാഥമിക ചികിത്സ എന്ന രീതിയിൽ ഈ എരിക്കിനെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതിനെപ്പറ്റി ഓർക്കുകയും അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ, ഉചിതമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുകയും വേണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.